ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകൾക്ക് ഒരു പുരുഷനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു പുരുഷൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ത്രീകളായിട്ട് ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവൾ നടത്തുന്ന കുറച്ച് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് പോയിന്റ്, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടീനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് പൊസസീവ്നെസ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിൻ്റെ പേരിൽ തന്നെയുണ്ട് ഇതെന്തിനാണ് നടത്തുന്നത് എന്നുള്ളത്. വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് എത്രമാത്രം പൊസസീവ്നെസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി യൂസ് ചെയ്യുക അവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയാണ്. ഇതിൽ പലരും ഈ കാര്യമൊന്നും അറിയുന്നില്ല എന്നതാണ് സത്യം. അതായത് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടി വേറെ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ ഷോൾഡറിൽ പിടിക്കും, അതേപോലെ തന്നെ കയ്യിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യും, ഹെയറിൽ പിടിക്കും, അതായത് തലമുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങളെ നോക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് അവർക്ക് അറിയേണ്ടത്. നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി വിചാരിക്കുക നിങ്ങളൊരു വഴക്കാളിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സംശയരോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു ടൈമിൽ വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സംശയം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പൊസസീവ്നെസ് കാണിക്കുക ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ പൊസസീവ്നെസ് ടെസ്റ്റൊക്കെ നിങ്ങളിൽ നടത്തുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവൾ രണ്ടാമത് നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഫേക്ക് അക്കൗണ്ട് ടെസ്റ്റ്. അതായത് ഇതിനും ആ ഒരു പെൺകുട്ടി യൂസ് ചെയ്യുക അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അതിൽ വന്നിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യും. പക്ഷെ പലരും ഇതിൽ വീണു പോകാറാണ് പതിവ്. അതായത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നിങ്ങളോട് ചോദിക്കും. ഇതിൻ്റെ ഇടയിൽ നിങ്ങളോട് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും. ഈ ഒരു ടൈമിൽ നിങ്ങളില്ല എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഉള്ള കാര്യം മറച്ചു വെച്ചിട്ട് വേറെ കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് പറയുന്നത് എങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകും നിങ്ങൾ കള്ളമാണ് പറയുന്നത് എന്ന്. അതേപോലെ തന്നെ ചിലരുണ്ട്, ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ 100 മെസ്സേജ് ആയിരിക്കും തിരിച്ചങ്ങോട്ട് അയക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ അയക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി വിചാരിക്കുക നിങ്ങളൊരു കോഴിയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നിങ്ങളെ വേണ്ട എന്നും അവൾ വയ്ക്കും. പിന്നെ ഇതിനു വേണ്ടിയിട്ട് എപ്പോഴും ആ ഒരു പെൺകുട്ടി യൂസ് ചെയ്യുക അവളുടെ ഫ്രണ്ട്സിനെയാണ്. അവളുടെ ഫ്രണ്ട്സായിരിക്കും മെയിനായിട്ട് ഇതേപോലത്തെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവരായിരിക്കും ഈ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുക. പക്ഷേ പലരും ഇതൊന്നും മനസ്സിലാവാതെ ഉള്ളതും ഇല്ലാത്തതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. അതോടുകൂടി ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതാണ് സെക്കൻഡ് പോയിൻ്റ്. ഇനി തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ആംഗ്രി ടെസ്റ്റാണ്. ഇതും ആ ഒരു പേരിൽ തന്നെയുണ്ട് എന്തിനാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളത്. വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ ദേഷ്യം എത്രമാത്രമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഈ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളെ മാക്സിമം ദേഷ്യം പിടിപ്പിക്കും. അതായത് നിങ്ങൾക്കിഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം മാത്രമായിരിക്കും ആ ഒരു പെൺകുട്ടി ആ ഒരു ടൈമിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതിപ്പോൾ നിങ്ങളെയും വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെയൊക്കെ കൂട്ടി പറയും. അത് വേറെ ഒന്നിനുമല്ല, മാക്സിമം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കണം. നിങ്ങളുടെ ദേഷ്യം എത്ര ലെവൽ വരെ പോകും ഇതറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതും അതേപോലെ തന്നെ അത്രമേൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകളൊക്കെ ആയിരിക്കും ആ ഒരു പെൺകുട്ടി ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുക. ചിലരുണ്ട് ദേഷ്യമൊക്കെ മൂത്തിട്ട് അവളെ നല്ല രീതിയിൽ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അടിക്കാനൊക്കെ ചെല്ലും. ഈ ടൈമിൽ ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകും നിങ്ങളുടെ ആംഗ്രി ലെവൽ എവിടം വരെ പോകും എന്നുള്ളത്. ഇതിനാണ് ഈ ഒരു ടെസ്റ്റ് അവൾ നടത്തുന്നത്. ഇതാണ് തേർഡ് പോയിൻ്റ്. അപ്പോൾ
വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോയിലേക്ക് ചെയ്യാൻ മറക്കരുത്. ഏതൊരു പെൺകുട്ടിയും ആദ്യം തന്നെ ഒരു പുരുഷനിൽ പരീക്ഷിക്കുന്ന 3 ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.